ഗുഡ് മോർണിംഗ്. ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇന്നലെ പഠിച്ച വചനം 1 കൊരിന്ത്യസ് 15-ാം അധ്യായം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാം വചനമായിരുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അതാണ് ഇന്നലെ പഠിച്ച വചനം. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതമല്ല, ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് വരുംകാല ദൈവത്തോടൊപ്പമുള്ള വാസത്തിനായിട്ടുള്ള ഒരുക്കം നമുക്കുണ്ടാവണം, ഒരു ചിന്ത നമ്മിലുണ്ടാവണം, പ്രാർത്ഥനയുണ്ടാവണം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്ന് പഠിക്കുന്ന വചനം ഇന്നലെ പഠിച്ച വചനവുമായി ബന്ധപ്പെട്ടു പോകുന്നതാണ്. ഇന്ന് പഠിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് സീറാഖ്. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 3-ാം വചനമാണ്. ബുക്ക് ഓഫ് സീറാഖ് ചാപ്റ്റർ 27 വേഴ്സ് 3. വചനം പറയുകയാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയുമില്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ ദൃഢതയില്ലാത്ത തീക്ഷ്ണതയില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതം അതിവേഗം, അവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയുമില്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. വചനം നമ്മൾ ഓർത്തു വയ്ക്കുക, പഠിക്കുക. ഇഫ് എ പേഴ്സൺ ഈസ് നോട്ട് സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്, ഹിസ് ഹൗസ് വിൽ ബി ക്വിക്ക്ലി ഓവർത്രോൺ. അത്ര തീക്ഷ്ണത നമുക്ക് ദൈവത്തോടുണ്ടാവണം. ഒരു ദൈവത്തോടുള്ള ഭക്തി, ദൈവഭക്തി ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. അപ്പോൾ ദൈവത്തോടുള്ള ഭക്തി എപ്പോഴും നമ്മിൽ നിലനിൽക്കണം. ഈ ലോകം തരുന്ന ഒരു സന്തോഷമല്ല അതൊക്കെ നൈമിഷികമാണ്. ദൈവത്തോട് ചേർന്നുള്ള വാസം, ദൈവത്തോട് ചേർന്നുള്ള ജീവിതം നമ്മുടെ മനസ്സിന് സമ്പത്തൊന്നുമല്ല നമ്മളെ വലുതാക്കുന്നത്. എന്നാൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സമാധാനം അതെത്രമാത്രം ഉണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ദൈവം തരുന്നത് അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ഭക്തി ഉണ്ടാകട്ടെ, അതിലൊരു തീക്ഷ്ണത ഉണ്ടാകട്ടെ. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ.